അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുന്നുണ്ടല്ലോ, അമാതർല അലാതർല അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂൻ മിൻ മൂസ. ആരോടെ പറയണേ? ആരോടെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിത് അലാതർല, നിങ്ങൾക്ക് ഇഷ്ടല്ലേ, അൻ തകൂന മിന്നി, താങ്കൾ എന്നോട് ആകാൻ, ബിമൻസിലത്തി ഹാറൂൻ മിൻ മൂസ, ഹാറൂൻ മൂസയോട് എത്രമാത്രം സ്ഥാനത്തായിരുന്നു, ആ സ്ഥാനം നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിച്ചു. എപ്പോൾ? അലി റളിയല്ലാഹു തആല അൻഹുവിനോട്. അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കരഞ്ഞു. എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് പോയപ്പോൾ, തബൂക്ക് യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ മസ്ജിദുൻ നബവിയിൽ എന്തായി, തൻ്റെ പിൻഗാമിയാക്കി, മദീനയിൽ പിൻഗാമിയാക്കി. അലിയാരെ കൂടെ കൊണ്ടുപോയില്ല. പറയുമ്പോൾ തബൂക്ക് യുദ്ധം ചുട്ട് പഴുത്ത മണൽക്കാട്ടിൽ ദീർഘയാത്രയാണ്. തബൂക്കിലൊക്കെ എത്ര ദൂരമുണ്ട്? അതുകൊണ്ടാണ് മുനാഫിക്കീങ്ങളൊക്കെ പിന്തി നിന്നത്. നമ്മൾ കഅബ് ബിൻ മാലിക്, ഹിലാൽ ബിൻ ഉമയ്യ, മുറാറ ഇബ്നു റബീഅ വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു, അവർ ഒക്കെ പിന്തി നിന്നത് വായിക്കണത്. പക്ഷേ അലിയാർക്ക് നബിയുടെ കൂടെ പോകണം. അപ്പോൾ ഹദീസിൽ കാണാം, അലി റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ പിന്നാലെ കൂടി സനിയത്തുൽ വദാ വരെ, സനിയത്തുൽ വദാ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പാട്ടിൽ കേട്ടിട്ടില്ലേ, തല അൽ ബദറു അലൈന മിൻ സനിയത്തിൽ വദാ. ഈ സനിയത്തുൽ വദാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ ഈ മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോകുമ്പോൾ ഈ ജബൽ സലഹിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു പിന്നെ വഴിയാണ്, സ്ഥലമാണ്, അതിനാണ് സനിയത്തുൽ വദാ എന്ന് പറയുക. ഏതായാലും അവിടെ വരെ പോയി അവിടുന്ന് അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹിനെ യാത്രയാക്കുന്നത്. കരയാണ് അലി. അപ്പോൾ റസൂൽ ചോദിക്കുകയാണ്, അലി എന്തിനാ നിങ്ങൾ കരയണത്? അപ്പോൾ പറയുന്നത്, റസൂലേ, നിങ്ങൾ എന്നെ മഅൽ ഖവാലിഫ്, ഇവിടെ മദീനയിൽ ആരുള്ളത്? സ്ത്രീകളാണുള്ളത്, ഈ സ്ത്രീകളോടൊപ്പം നിങ്ങൾ എന്നെ വിട്ടേച്ച് പോവുകയാണോ എന്ന് പറയാണ്. എന്നിട്ട് കരയാണ്, എനിക്ക് നിങ്ങളെ കൂടെ പോരണമെന്ന് പറയണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അലാ തർല അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂൻ മിൻ മൂസ, മൂസയും ഹാറൂൻ എങ്ങനെയാണോ ആ ഒരു നിലവാരത്തിൽ സ്ഥാനത്തിൽ നിങ്ങളാകുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുബന്ധം പറഞ്ഞു, ഇല്ല അന്നഹു ലാ നബിയ്യ ബഅദി, പക്ഷേ എൻ്റെ കാലശേഷം എന്തില്ല, ഒരു നബിയില്ല, പക്ഷേ നമ്മൾ പിന്നെ ഈ ഒരു ബന്ധത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂസ ഹാറൂൻ സഹോദരങ്ങളുടെ ആ ഒരു ബന്ധം അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രത്യേകം അന്ന് അനുസ്മരിച്ചത്. ഖൈബറിൽ, അത് ഖൈബർ ഹിജ്റയുടെ 7 മുഹറം മാസത്തിലാണ് ഖൈബർ. ഇത് തബൂക്ക് 9 ഹിജ്റയുടെ 9 അതുകൊണ്ടാണ് ഖൈബറിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തത്, ശരിക്കും അലീനെ ആദരിച്ചു, അലിയാരെ പ്രത്യേകം അന്വേഷിച്ചു, അദ്ദേഹത്തിൻ്റെ ആ രോഗം ഭേദപ്പെടുത്തി, എന്നിട്ട് പതാക നൽകി, പിന്നെ ഒക്കെയുള്ള വിഷയങ്ങൾ. അത് ഖൈബറിൽ, ഇത് തബൂക്കിൽ. ഇനി വഅശ്രികുഹു ഫി അംരി എന്നുള്ള വിഷയം, ഈ ഒരു സഹോദരന്മാരുടെ ഒരു മഹത്വം കൂടിയാണ്. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, ഈ സഹോദരങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥ പലപ്പോഴും പലർക്കും ഉണ്ട്. അത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഹജ്ജാജ് ഇബ്നു യൂസഫ് ഭരണം നടത്തിയിരുന്ന കാലത്തൊരു പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട് ഹജ്ജാജിൻ്റെ അടുക്കലേക്ക്. കാരണം ആ പെണ്ണിൻ്റെ ഭർത്താവും മകനും സഹോദരനും ഹജ്ജാജിനാൽ പിടിക്കപ്പെട്ടു. 3 ആളെയും കൊല്ലാൻ ഹജ്ജാജ് വിധിക്കുകയും ചെയ്തു. ഹജ്ജാജിൻ്റെ ചരിത്രം കേൾക്കുമ്പോഴൊക്കെ കൊല്ലയാണ്. ഹജ്ജാജ് അങ്ങനെയാണ്, അന്നത്തെ പ്രശ്നം അതാണ്. അതല്ലാതെ അന്ന് തീരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഹജ്ജാജ് ഈ സ്ത്രീയുടെ ഭർത്താവിനെയും മകനെയും സഹോദരനെയും കൊല്ലാൻ വിധിച്ചു. അപ്പോൾ ഈ പെണ്ണ് ഓടി വരികയാണ്, 3 ആളെയും പോകല്ലേ. അപ്പോൾ ഹജ്ജാജ് പറഞ്ഞ്, പിന്നെ 3-ൽ ഒരാളെ തിരഞ്ഞെടുത്തോ, ഭർത്താവിനെ വേണോ ഭർത്താവിനെ തിരഞ്ഞെടുത്തോ, മകനെ വേണോ മകനെ തിരഞ്ഞെടുത്തോ, സഹോദരനെ വേണോ സഹോദരനെ തിരഞ്ഞെടുത്തോ, 2 ആൾ എന്തായാലും ഖലാസ് കഥ കഴിക്കും, ഒരാളെ നിനക്ക് എടുക്കാം എന്ന് പറയണം. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു എന്നാണ്, അസ്സൗജു മൗജൂദ് വൽ ഇബ്നു മൗലൂദ് വൽ അഖ് മഫ്ഖൂദ് അഖ്താറുൽ അഖ് എന്ന് പറഞ്ഞതാണ്. അതായത് സൗജ് ഇത് ഇവിടുന്ന് പോയാലും ഇനി സൗജിനെ കിട്ടും. അസ്സൗജു മൗജൂദ് വൽ ഇബ്നു മൗലൂദ്, ഈ കുട്ടീനെ പഞ്ചായത്ത് സൃഷ്ടിച്ചാലും ഇനി കുട്ടീനെ പ്രസവിക്കാം, ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടീനെ പ്രസവിക്കാം. പക്ഷേ വൽ അഖ് മഫ്ഖൂദ്, സഹോദരൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സഹോദരന് വേറൊന്നുമില്ല, അതുകൊണ്ട് അഖ്താറുൽ അഖ്, ഞാൻ എൻ്റെ സഹോദരനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹജ്ജാജ് പറയാണ്, തറക്തു ലക്കി ഹൗലായി സലാസ ഉത്റുകൂ ലഹാ ജമാഅതഹാ കുല്ലഹും,
അവരുടെ എല്ലാവരും വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അതെന്തുകൊണ്ട്? ലി കലാമിഹ വലി ഹിക്മത്തിഹ, അവരുടെ ആ യുക്തി, അവരുടെ ആ സംസാര വൈഭവം, അതിനെ മാനിച്ച് അവരുടെ കുടുംബക്കാരെ മുഴുവൻ വിട്ടുകൊടുക്കാൻ പറഞ്ഞു എന്നാണ്. അവിടെ അത് പിന്നെ മഫ്കൂദ് എന്ന് പറഞ്ഞ പ്രയോഗം, സഹോദരൻ്റെ വിലയാണ് അത് അറിയിക്കുന്നത്.